കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷൻ ഇന്നും നാളെയുമായി തിരുവനന്തപുരത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനവും ബിസിനസ് ചർച്ചകളും കൺവെൻഷന്റെ ഭാഗമായി ഉണ്ടാകും. വാർത്തയുടെ വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷൻ ഇന്നും നാളെയുമായിട്ടാണ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, 14ാമത് സംസ്ഥാന കൺവെൻഷൻ ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാവുകയാണ്. മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്റർ വഴുതക്കാടിൽ വെച്ചാണ് ഇന്നും നാളെയുമായി പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ന് പരിപാടിയുടെ ഈ കൺവെൻഷന്റെ ഉദ്ഘാടനം സ്പീക്കർ എൻ ഷംസീറാണ് നിർവഹിക്കുന്നത്. പ്രതിപക്ഷ നേതാവാണ് മുഖ്യ അതിഥിയാകുന്നത്. കൂടാതെ ആന്റണി രാജു എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുരേഷ്, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് തുടങ്ങിയവരടക്കം പങ്കെടുക്കുന്നുണ്ട്. വിപുലമായിട്ടുള്ള പരിപാടികൾ തന്നെയാണ് ഈ 2 ദിവസമായി ഈ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഇന്ന് കേന്ദ്ര ബജറ്റിന്മേലുള്ള ഒരു പൊതു ചർച്ച സംഘടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഈ എക്സലൻസ് അവാർഡ് 2025ന്റെ വിതരണവും ഇന്ന് നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പ്രധാന പരിപാടികൾ എന്ന് പറയുന്നത്. ഈ കൺവെൻഷന്റെ 2ാം ദിവസമായ നാളെ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്ന് നൽകുന്ന ഈ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡിന്റെ ജില്ലാതല വിതരണം നാളെയാണ് നടക്കുന്നത്. ഈ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷന്റെ 2ാം ദിവസമായിട്ടുള്ള നാളെ ഇത് വിതരണം ചെയ്യുന്നത്. മന്ത്രി കെ രാജനാണ് ഈ അവാർഡിന്റെ വിതരണം ചെയ്യുന്നത്. മന്ത്രി കെ രാജനാണ്. കുടുംബശ്രീയുടെ തന്നെ തിരുവനന്തപുരം ജില്ലയിലുള്ള മികച്ച 10 മൈക്രോസോഫ്റ്റ് യൂണിറ്റ് സംരംഭകർക്കാണ് ഈ അവാർഡ് വിതരണം ചെയ്യുന്നത്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സിന്റെ ഇത്തരത്തിൽ വിപുലമായിട്ടുള്ള 14ാമത് സംസ്ഥാന കൺവെൻഷനാണ് തിരുവനന്തപുരത്ത് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നാളെ ഈ അവാർഡ് വിതരണത്തിന് ശേഷം തന്നെ സിനിമ സീരിയൽ രംഗത്തെ പ്രമുഖരടക്കം തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു താരനിശ തന്നെ നടത്തുന്നുണ്ട്. വൈകുന്നേരം 5:30യോടെയാണ് ഈ അവാർഡ് വിതരണം ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ഈ പരിപാടികളടക്കം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ പ്രധാനമായും ഈ മന്ത്രി കെ രാജന് പുറമെ തന്നെ GR അനിൽ അടക്കമുള്ള നേതാക്കള് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഭക്ഷ്യമന്ത്രിയായിട്ടുള്ള GR അനിൽ, എ റഹീം, വി കെ പ്രശാന്ത് MLA, എം വിൻസെന്റ് MLA തുടങ്ങിയവരടക്കം എന്തായാലും പങ്കെടുക്കുന്നുണ്ട്. വിപുലമായിട്ടുള്ള പരിപാടികൾക്ക് തന്നെയാണ് ഈ 2 ദിവസം തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കുന്നത്. വൃന്ദ. ശരി വിനയ.